ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ കോവിഡ് സംഭാഷണങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. കോവിഡ് പാൻഡമിക് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളെക്കുറിച്ചും കോവിഡ് പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ഗർഭിണികളായ അമ്മയും ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് കോവിഡ് വരാനുള്ള സാധ്യത എന്താണ്? വരുന്ന സമയത്ത് സങ്കീർണമായ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടോ? കോവിഡിനെ ഭയന്ന് അച്ഛനമ്മമാർ കുട്ടികളെ ആശുപത്രിയിൽ ഇമ്മ്യൂണൈസേഷന് കൊണ്ടുവരാൻ മടിക്കുന്നു. അപ്പം അങ്ങനെ വാക്സിനേഷൻസ് മിസ്സായി പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രധാനമായിട്ടും സ്കൂളുകൾ എപ്പം നമ്മൾക്ക് പുനരാരംഭിക്കാം? ഇത് മാത്രമല്ല, ഗർഭിണികളായ ഒരു അമ്മയിൽ കോവിഡ് വരാനുള്ള സാധ്യത വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ സമയത്ത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രസവ സമയത്ത് അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ? അതിനുശേഷം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം പറയാൻ നമ്മുടെ കൂടെ ഇന്ന് ഇരിക്കുന്നത് ഡോക്ടർ എസ് കമല, അനന്തപുരി ആശുപത്രിയിലെ പീഡിയാട്രിഷ്യനും നിയോനേറ്റോളജിസ്റ്റുമാണ്. വെൽക്കം ഡോക്ടർ കമല. ഡോക്ടർ, നമുക്ക് കുട്ടികളിൽ നിന്നും തുടങ്ങാം. കുട്ടികളിൽ കോവിഡ് ബാധ വരാനുള്ള സാധ്യത എന്താണ്? കോവിഡ് വരികയാണെങ്കിൽ വളരെ സങ്കീർണമായ അസുഖം വരാനുള്ള സാധ്യതയുണ്ടോ? കുട്ടികളിൽ പൊതുവേ തന്നെ രോഗനിരക്ക് വളരെ കുറവാണ്. വളരെ രോഗവ്യാപനം വളരെ കൂടുതലായിട്ടുള്ള കൺട്രീസിൽ പോലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഒരു 8% താഴെ മാത്രമേ കോവിഡ് രോഗനിരക്ക് കണ്ടിട്ടുള്ളൂ. പിന്നെ കുട്ടികളിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രോഗം വന്ന കുട്ടികളിൽ പോലും വളരെ സിവിയർ ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഇൽനെസ്സസ് കാണുന്നതും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻസും ICUയിലുള്ള അഡ്മിഷൻസും കുട്ടികളുടെ കാര്യത്തിൽ വളരെ കുറവാണ്. പക്ഷെ വളരെ ചെറിയൊരു ശതമാനം കുഞ്ഞുങ്ങളുണ്ട് കോവിഡ് ഇൻഫെക്ഷൻ വന്നോ, അത് കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം വന്നിട്ടോ ഒരു മാസത്തിനുള്ളിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഇൽനെസ് കോംപ്ലിക്കേഷൻസ് വന്ന് അഡ്മിറ്റ് ആവുന്ന വളരെ ചെറിയ ശതമാനം കുട്ടികളുണ്ട്. അതിനെ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറയും. രണ്ട് ഓർഗൻസിൽ, ആന്തരിക അവയവങ്ങളെ ബാധിച്ച്, 2-3 ഓർഗൻസിനെ ബാധിച്ച്, ഹാർട്ടിനെ ബാധിച്ച് പ്രഷർ കുറയുക, അല്ലെങ്കിൽ ലങ്സിൽ വളരെ സിവിയറായിട്ട് ഇൻഫെക്ഷൻസ് വരിക, കിഡ്നീസിനെ ബാധിക്കുക, തലച്ചോറിനെ ബാധിക്കുക, ഇതേപോലെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം വളരെ റെയറായിട്ട് വളരെ ചെറിയൊരു ശതമാനം കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ രോഗനിരക്കും കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യതകളും കുട്ടികളിൽ വളരെ കുറവാണ്. മാത്രവുമല്ല, വളരെ ചെറിയ ശതമാനം കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നുള്ളൂ. ഈ സങ്കീർണമായ രോഗം വരാമെന്ന് പറഞ്ഞല്ലോ, എത്തരം കുട്ടികളിലാണ് ഇത്തരം സങ്കീർണമായ രോഗങ്ങൾ വരുന്നത്? പൊതുവേ നമ്മൾ മുതിർന്നവരിൽ പറയുന്നത് പോലെ തന്നെ കോമോർബിഡിറ്റീസ് അല്ലെങ്കിൽ വേറെ മറ്റ് അസുഖങ്ങൾ കൂടെ ഉള്ള കുട്ടികൾക്കാണ് കോവിഡ് ബാധിച്ചാൽ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. അതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നത് ശ്വാസകോശ സംബന്ധങ്ങളായ അസുഖങ്ങൾ, ആസ്മ, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. മാത്രവുമല്ല, ജന്മനാ തന്നെ പ്രതിരോധ ശക്തി കുറവുള്ള കുഞ്ഞുങ്ങൾ, അമിതമായിട്ട് വണ്ണമുള്ള കുട്ടികൾ, ഡയബറ്റിസ്, കുട്ടികളിൽ കാണുന്ന ഡയബറ്റിസ് ഉള്ള കുട്ടികൾ. സോ ഇതേപോലെയുള്ള അസുഖങ്ങൾ ഓൾറെഡി ഉള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കുട്ടികൾക്ക് കോവിഡ് വരുമ്പോൾ ഉള്ള രോഗലക്ഷണങ്ങൾ എന്താണ്? മുതിർന്നവരെ പോലെ തന്നെ പനി, ചുമ, ഇതൊക്കെ തന്നെയാണ് കുട്ടികളിലെയും ആദ്യമായി കാണുന്ന ലക്ഷണങ്ങൾ. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന മുതലായവയിൽ തുടങ്ങാം. അതേപോലെ ശരീരവേദന, തലവേദന പോലെയുള്ള കാര്യങ്ങൾ കാണാം. ചില കുട്ടികൾക്ക് ഛർദിൽ, വയറിളക്കം മുതലായ സിംറ്റംസ് ആണ് കാണുന്നത്. പിന്നെ വളരെ കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ട് രുചിയിലും മണത്തിലും ഉള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാലും സാധാരണ ഒരു ഫ്ലൂ ലൈക്ക് ഇൽനെസ്, അതായത് സാധാരണ കോമൺ കോൾഡ് വരുന്നത് പോലെ ജലദോഷ പനി, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികൾ കാണുന്ന സിംറ്റംസ്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അച്ഛനമ്മമാർ വാക്സിനേഷനും മറ്റും ആശുപത്രിയിൽ കുട്ടികളെ കൊണ്ടുവരാൻ മടിക്കുന്നു. അത് കാരണം തന്നെ ചില വാക്സിനേഷൻസ് മിസ്സായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അച്ഛനമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു കാരണവശാലും തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. അത് കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെ കഴിയുന്നതും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വളരെ സിവിയർ ലോക്ക്ഡൗൺ ആയിട്ടുള്ള സമയങ്ങളിലെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഹോസ്പിറ്റൽസിലും ഈവൻ ഗവൺമെൻറ്റിൽ തന്നെ ഇമ്മ്യൂണൈസേഷൻ ഓഫർ ചെയ്യാത്തൊരു സമയമുണ്ടായിരുന്നു. സോ പല കാരണങ്ങൾ കൊണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ മുടങ്ങിയതോ ലേറ്റായി പോയതോ ഉള്ള ആൾക്കാർക്ക് എത്രയും വേഗം തന്നെ, അധികം ഇനി ഫർദർ താമസം കൂടാതെ തന്നെ
കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ആദ്യത്തെ മാസങ്ങളിലുള്ള DPTയുടെ ആദ്യത്തെ കുത്തിവയ്പ്പുകൾ, പിന്നെ അതിൻ്റെ ബൂസ്റ്റർ, 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ബൂസ്റ്റർ കുത്തിവയ്പ്പുകൾ, ഇതെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ലേറ്റ് ആയിട്ടുള്ള കുട്ടികളും അത് അധികം താമസിക്കാതെ തന്നെ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഇപ്പോൾ സ്കൂളിംഗ് ഇല്ല, പുറത്തധികം പോകാറില്ല, അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ കുറവായിരിക്കും. സ്കൂളുകളെല്ലാം ഇപ്പം അടച്ചിരിക്കുകയാണ്. എപ്പോഴാണ് തിരിച്ചു തുറക്കാൻ പറ്റുന്നതെന്ന് നമുക്കറിയില്ല. കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് സ്കൂളുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണോ? എത്ര കാലം ഇത് നീണ്ടു പോകും? എപ്പം സ്കൂളുകൾ തുറക്കാൻ പറ്റും എന്നുള്ളൊരു പശ്ചാത്തലത്തിൽ ഡോക്ടറുടെ ചിന്തകൾ എന്താണ്? സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ നമുക്ക് എല്ലാവർക്കും ഇല്ല, ഇപ്പോഴും ഇല്ല. നമുക്ക് ഈ സ്കൂളിൻ്റെ അഭാവത്തിൽ തന്നെ ലോങ് ഡിസ്റ്റൻസ് ഇലക്ട്രോണിക് മീഡിയ വഴിയുള്ള ലേണിംഗ് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. TV വഴിയും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ വഴിയും എല്ലാമുള്ള ഒരു ഇലക്ട്രോണിക് ഒരു മീഡിയ വഴിയുള്ള ലേണിംഗ് വിദ്യാഭ്യാസം ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ തട്ടിലുള്ള ആൾക്കാർക്കും പ്രാപ്യമാണോ എന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല, ബുക്കുകളിൽ കൂടെ ഉള്ളത് മാത്രമല്ല വിദ്യാഭ്യാസം. കുട്ടികൾക്ക് വ്യക്തിപരവും മാനസികവുമായിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു വികാസത്തിന് വേണ്ടിയിട്ട് സ്കൂളിലെ പശ്ചാത്തലം വളരെ അത്യാവശ്യമാണ്. അതും ഈ കാര്യത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള അടുത്ത ഫാക്ടർ, മിക്കവാറും ഉള്ള വീടുകളിലെല്ലാം കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഫുള്ളായിട്ടുള്ളൊരു സപ്പോർട്ടീവ് സിസ്റ്റം കിട്ടിയെന്ന് വരില്ല. അപ്പൂപ്പൻ അമ്മൂമ്മമാരുള്ള വീടുകളായിരിക്കില്ല എല്ലായിടത്തും. അതിൻ്റെ ഒരു പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടെന്ന് വരില്ല. അതുകൊണ്ട് കുട്ടികൾ വീട്ടിലിരിക്കുന്ന കാരണം കൊണ്ട് മാത്രം തന്നെ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടും, അങ്ങനെ തന്നെ ഒരു കുടുംബത്തിൻ്റെയും സാമൂഹ്യപരമായിട്ടുള്ളൊരു സാമ്പത്തിക ഉയർച്ചയെ തന്നെ ഈ ഒരു പീരീഡിൽ സ്കൂളിൽ പോകാതിരിക്കുന്നത് കൊണ്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്കൂളുകൾ തുറക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പുറം രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എനിക്കൊന്ന് US മറ്റും കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. അതേ തുടർന്നിട്ട് വളരെ പെട്ടെന്ന് ക്യാമ്പസുകളിലും മറ്റും കോവിഡ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് പ്രിമച്വറായിട്ട് സ്കൂളുകൾ തുറന്നാലുള്ള പ്രശ്നങ്ങൾ എന്തായിരിക്കാം? സ്കൂളുകൾ ഒരു ഹൈ റിസ്ക് സോണാണ്. സാമൂഹ്യ വ്യാപനം ഉണ്ടാവാനുള്ള ഒരു ഹൈ റിസ്ക് സോണാണ് സ്കൂളുകൾ. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ കോവിഡ് വളരെ അധികം റാപ്പിഡായിട്ട് കൂടുന്ന ഒരു സിനാരിയോ, സാമൂഹ്യ വ്യാപനം കാര്യമായിട്ടുള്ള ഈ ഒരു സിനാരിയോയിൽ പല ദിക്കുകളിൽ നിന്നും വരുന്ന കുട്ടികളാണ് ഒരു സ്കൂളിൽ പഠിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇവർ പല സ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ സാമൂഹ്യ വ്യാപനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്കൂളുകൾ വഴി. കുട്ടികൾക്ക് രോഗനിരക്കും രോഗത്തിൻ്റെ കാഠിന്യവും കുറവാണെങ്കിൽ പോലും ഇവർ കൂടുതലും സിംറ്റംസ് ഒന്നുമില്ല, ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത കോവിഡ് പോസിറ്റീവ് കാരിയേഴ്സ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ രോഗ സാധ്യതയും കോംപ്ലിക്കേഷൻസും കൂടുതൽ വരാൻ സാധ്യതയുള്ള മുതിർന്ന ആൾക്കാർ, വയസ്സായ ആൾക്കാർ, മാത്രമല്ല ബാക്കി അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിൽ കാണും. അപ്പോൾ അവരിൽ തന്നെ ഇതൊരു ഹൈ റിസ്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ഈ സ്കൂളുകൾ ഓപ്പൺ ചെയ്താലുള്ള വേറൊരു പ്രശ്നം. പിന്നെ എത്രയൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ടീച്ചർമാരുടെ സൂപ്പർവിഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കൃത്യമായിട്ടുള്ള ഈ ഒരു സാമൂഹിക അകലവും വ്യക്തി ശുചിത്വവും ഈ മാസ്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയും എല്ലാം എത്രത്തോളമൊക്കെ നമ്മൾ ശ്രമിച്ചാലും കുട്ടികൾ കൊണ്ടുവരാൻ അതും കുറച്ച് വിഷമം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ 2 കാര്യങ്ങളും തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും അധികം സാമൂഹ്യ വ്യാപനമുള്ള ഈ സമയത്ത് സ്കൂളുകൾ തുറക്കുന്നത് വഴി നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള രോഗനിരക്കിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശരിയായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. സ്കൂളിലെ ക്ലാസ് മുറികളെല്ലാം നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള ജനലുകളൊക്കെ തുറന്നിട്ട് നല്ല വായുസഞ്ചാരമുള്ള മുറികളായിരിക്കണം. പിന്നെ മുറിക്കകത്ത് തന്നെ കുട്ടികളെ സീറ്റിങ്ങും പ്രോപ്പറായിട്ടുള്ള സാമൂഹിക അകലമെല്ലാം പാലിച്ചിട്ടുള്ള ഒരു സീറ്റിംഗ് നമ്മൾ ഉറപ്പുവരുത്തണം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കെല്ലാം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികൾക്ക് നമ്മൾ ആ ഒരു വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യവും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതായത് കറക്റ്റായിട്ടുള്ള വയസ്സിലുള്ള മാസ്ക് ഇടാൻ പറ്റുന്ന കുട്ടികൾക്ക് മാസ്ക് കൂടെ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു രീതിയിൽ മുൻകരുതലെല്ലാം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂൾ റീഓപ്പണിങ്ങിൻ്റെ കാര്യം ഇപ്പോഴത്തെ നിരക്കുകളെല്ലാം താഴോട്ട് വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഡോക്ടർ, മാസ്കുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രായത്തിന് മുകളിലാണ് മാസ്ക് ധരിക്കേണ്ടത്? അതിൽ താഴെയുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരിക്കും?
പൊതുവെ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതിർന്നവരെ പോലെ അതേ രീതിയിൽ തന്നെ മാസ്കുകൾ ഉപയോഗിക്കേണ്ടതാണ്. അത് ശരിയായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള അവരെ തന്നെ പഠിപ്പിച്ച് അതേപോലെ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇനി 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഏകദേശം 6നും 12നും ഇടയ്ക്കുള്ള കുട്ടികൾ, അവർക്ക് സാമൂഹിക അകലം പാലിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവരും മാസ്ക് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളുടെ ഓരോ റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. WHO പറയുന്നത് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം മാസ്ക് ധരിക്കാം എന്നാണ്. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നതും നമുക്ക് സാമൂഹിക അകലം പാലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിയുന്നതും അവരെ കൂടുതൽ പുറത്തോട്ട് ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒഴികെ.